വിസിലടിക്കാറില്ല, ഞാൻ വിസിലടിച്ചു തരും. മമ്മൂക്ക ഒരു രക്ഷയില്ല, എന്ത് രസമാണ്. മമ്മൂട്ടി വരുമ്പോ നമുക്ക് രോമാഞ്ചം എന്ന് പറയില്ലേ, അതുണ്ട്. അതിൽ ഡയലോഗ് പറയുന്നുണ്ടല്ലോ, ഞാൻ പല റോളും ചെയ്തിട്ടുണ്ട്, അടിപൊളി ഡയലോഗ്. ശരിക്കും രോമാഞ്ചം തന്നെയാ മമ്മൂക്കനെ കണ്ടപ്പോ. നമുക്കറിയില്ല, മമ്മൂട്ടി എപ്പോഴും എന്താ പറയാ, പുള്ളി തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനല്ല. അപ്പൊ അതുപോലെ പുള്ളി തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയാണ്, നമുക്ക് നമ്മളിപ്പോ ഈ പടം ഇങ്ങനെ കണ്ടിട്ട് എന്താണെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഒരു ലാസ്റ്റ് ഒരു 10-20 മിനിറ്റ് ഉണ്ട്, എന്റെ പൊന്നെ പടത്തെ പീക്ക് ലെവലിലേക്ക് കൊണ്ടുപോയി ആ ഒരു സാധനം. അത് അയ്യോ എന്താ പറയാ, ഒരു രക്ഷയില്ല. നമ്മൾ സത്യം പറയാ ഞെട്ടി, എന്താ പറയാ വേറെ ലെവല്. ലാസ്റ്റ് ആൾക്കാരൊക്കെ അത്രയും ഒരു പീക്ക് ലെവലിലാണ് തിയേറ്റർ വിട്ടു വരുന്നത് ആ ക്ലൈമാക്സ് കണ്ടിട്ട്. കോടികൾ കളക്ട് ചെയ്യോ ഇല്ലയോ എന്നുള്ളതല്ല, പടം നമ്മളെ ഭയങ്കരമായിട്ട് എന്താ പറയാ ലാസ്റ്റ് പീക്ക് ലെവലിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ തിയേറ്റർ വിട്ടിറങ്ങുന്നത്. ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റോടാണ് നമ്മൾ തിയേറ്റർ വിട്ടിറങ്ങുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഡിനോ ടെന്നീസ് ഒരു പുതിയൊരു വാഗ്ദാനം തന്നെയാണ്. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ് ഫ്രെയിംസ് ആയാലും ഷോർട്സ് ആയാലും. പിന്നെ മമ്മൂക്കനെ ഇത്ര സ്റ്റൈലിഷ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഈ അടുത്ത ഒരു പടത്തിലും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ എന്താ പറയാ, ആ പരീക്ഷണങ്ങൾ തമ്പുരാൻ തന്നെയാണ്, അതിന് യാതൊരുവിധ സംശയവുമില്ല. പിന്നെ അതുപോലെ ഇപ്പൊ ബിലാലിന് മുമ്പ് ഒരു സാമ്പിൾ വെടിക്കെട്ട് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്ത് സ്റ്റൈലിഷ് ആണ്, 73-ാം വയസ്സിൽ എന്റെ പൊന്നോ ഇജാതി സ്റ്റൈലിഷ് ആണ് ഈ മനുഷ്യൻ, ഒരു രക്ഷയില്ല. ആ സ്റ്റൈൽ കാണാൻ വേണ്ടി തന്നെ നമുക്ക് വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാം. വിസിലടിക്കാറില്ല, ഞാൻ വിസിലടിച്ചു തരും. മമ്മൂക്ക ഒരു രക്ഷയില്ല, എന്ത് രസമാണ്. അടിപൊളിയാ. വിഷു ഇത്ര സ്റ്റൈലിഷ് ആയിട്ട് പൊളി. അവസാനമുള്ള സ്റ്റാർട്ടിങ് ടു മമ്മൂക്ക വേറെ ലെവല്. മമ്മൂക്ക ഒന്നും പറയാനോ, മമ്മൂക്ക പറഞ്ഞ സീനാണ്, ഒന്നും പറയാനില്ല. എന്തൊരു സ്റ്റൈലിഷ് ആണ്, എന്തൊരു ആക്ടിങ് ആണ്. അയ്യോ ഒന്നും പറയാനില്ല. അയ്യോ ഇത് തമ്പുരാനാണ് ശരിക്കും. കാണാൻ അടിപൊളിയാണ്. വിഷു തൂക്കി. അടിപൊളിയായിരുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും അടിപൊളി പടമായിരുന്നു. അടിപൊളിയായിരുന്നു. പറയാനായിട്ട് വാക്കുകളില്ല. അതുപോലത്തെ എന്തൊരു കോസ്റ്റ്യൂംസ് കാണണം, കോസ്റ്റ്യൂംസും സ്റ്റൈലിങ്ങും അടിപൊളിയാണ് എല്ലാം. വിഷു എല്ലാവർക്കും കാണാം, കുട്ടികളോട്ട് വലിയ എത്ര പ്രായമായ വിഷു തൂക്കി. ഇഷ്ടപ്പെട്ടോ? സംസാരം എപ്പോഴും മമ്മൂക്കേന്റെ ഒരു ക്യാരക്ടർ സംസാരം ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ ലാസ്റ്റ് ഒക്കെ എനിക്ക് മമ്മൂട്ടി വളരെ ഇഷ്ടമായി. ഇങ്ങനത്തെ മമ്മൂട്ടി ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ തെരഞ്ഞെടുക്കാനായിട്ട് അങ്ങനെയൊന്നും അതുകൊണ്ടായാലും ഡേറ്റ് കൊടുത്തു ഈ പടത്തിന്. നല്ല പടം. ഇഷ്ടപ്പെട്ടോ? ഈ മമ്മൂക്കയുടെ അവസാനത്തെ 20 മിനിറ്റ്സ് ഭയങ്കര സ്വാഗതമാണ്. വൺ ട്വിസ്റ്റ് ആണ് വരുന്ന, എല്ലാരും തിയേറ്ററിൽ പോയി. ലുക്ക് ഒരു രക്ഷയില്ല, മമ്മൂട്ടി വെറൈറ്റി പിടിച്ചേക്കണ, സൂപ്പർ ആയിട്ടുണ്ട് പടം. മമ്മൂട്ടി വരുമ്പോ നമുക്ക് രോമാഞ്ചം എന്ന് പറയില്ലേ, അതുണ്ട്. ത്രൂ ഔട്ട് സൂപ്പർ ആയിട്ടുണ്ട്. രോമാഞ്ചം വന്നിട്ടുണ്ട്, എല്ലാവർക്കും വന്നിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. സൂപ്പർ. അതെ അതെ അതെ, നല്ല അടിപൊളി. മമ്മൂക്ക ഗ്ലാമർ സൂപ്പർ, നല്ല ഗ്ലാമർ, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം കൊള്ളാം. അടിപൊളി. ഇല്ല നല്ല സൂപ്പർ. അതെ അതെ അതെ, അതിൽ ഡയലോഗ് പറയുന്നുണ്ടല്ലോ, ഞാൻ പല റോളും ചെയ്തിട്ടുണ്ട്, അടിപൊളി ഡയലോഗ്. ശരിക്കും രോമാഞ്ചം തന്നെയാ മമ്മൂക്കനെ കണ്ടപ്പോ. സോറി കണ്ടിരുന്നു. ഗംഭീരമില്ല. അയ്യോ മമ്മൂക്ക ഒന്നും പറയാലോ, ഒരു രക്ഷയില്ല. അടിപൊളി. ഇങ്ങനെ പ്രതീക്ഷയല്ലേ എത്ര വലിയ ട്വിസ്റ്റ്. അതാണ് ഏറ്റവും ഇഷ്ടമായത്. അത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അപ്പൊ ഗംഭീരം. ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് ഒട്ടും എക്സാജറേറ്റ് പറയില്ല, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഞെട്ടിച്ചു. അതെ, ഒന്നും തോന്നിയതേ ഇല്ല. ഒരുപാട് ചെയ്ത എക്സ്പീരിയൻസ്. ചിലപ്പോ അച്ഛന്റെ ഒക്കെ ഒരു ലെഗസി ഉണ്ടാവുമല്ലോ മക്കൾക്ക്, അതായിരിക്കാം. അതൊട്ടും പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവും. പ്രതീക്ഷയില്ല. ഞാൻ ഇതിനകത്തൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോ അത് നമുക്കിവിടെ ഫസ്റ്റ് ടൈം അഭിനയിക്കാൻ പറ്റി. അപ്പോ എന്നെ പോലുള്ള ആക്ടേഴ്സിനെ എല്ലാവരും വന്ന് കാണുക, പ്രോത്സാഹിപ്പിക്കുക. എൻ്റെ പേര് സ്നേഹ അജിത്ത് എന്നാണ്. അപ്പോൾ എല്ലാവരും ബസുക്ക കാണണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും. ഞാൻ അധികം ഒന്നും പറയുന്നില്ല, എല്ലാവരും സിനിമ വന്ന് കാണട്ടെ. കാരണം ഭയങ്കര സൂപ്പർബായിട്ടാണ്, അതിൻ്റെ ആ ത്രില്ലിംഗ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒന്ന് റിവീൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ത്രില്ലിംഗ് ആസ്പെക്ട് തന്നെ ഇരിക്കട്ടെ. പക്ഷെ വന്ന് കാണുന്നവർക്ക് പ്രതീക്ഷിക്കുന്നതിലും
ഡിഫറെന്റ് ആയിരിക്കും അവർക്ക് എക്സ്പീരിയൻസ്. ബസൂക്ക 2 വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ? യെസ്, 100%. ഇത് കാണുമ്പോൾ അങ്ങനെ ഒരു ബസുക 2 ഉണ്ടാവട്ടെ. നമുക്ക് പൊളിച്ചടുക്കി പൊളിച്ചടുക്കി